ആഹാ, ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ അപ്പുറത്ത് മുഴുവൻ നോക്കി. കം, നമുക്കെന്റെ മുറിയിലേക്ക് പോവാം. ഇതൊക്കെ എന്റെ കളക്ഷൻസാ. എങ്ങനെ? എങ്ങനെയുണ്ട്? എറണാകുളത്ത് വൺ ഡേ എക്സിബിഷൻ മാച്ചിന് വന്നപ്പോ ഇടിച്ചു കയറി ഒപ്പിട്ട് വാങ്ങിയ ഓട്ടോഗ്രാഫാ. കപിൽ ഈസ് മൈ ഫേവറേറ്റ്. ഹി സോ സ്വീറ്റ്. ആ, ഫേവറേറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരാളുടെ കാര്യം ഓർമ്മ വന്നേ. വെയിറ്റ്. എങ്ങനെ? ഒരു കളലക്ഷണം ഉണ്ടെന്ന് ചോദിച്ചാ വലിയ തെറ്റില്ല. ഓ, എന്റെ ഉദ്ബിയ. Think of the devil and there he is. റീനെ, ഇത് ശിവദാസ മേനോൻ. ഞാൻ പറഞ്ഞില്ലേ? ആ, ശിവേട്ട, ഇത് റീന, എന്റെ അമ്മയുടെ ഫ്രണ്ടിന്റെ നീസ. ഞങ്ങൾ തമ്മിൽ നേരത്തെ അറിയാം. ബസ് സ്റ്റാൻഡ് വെച്ച് വഴി അന്വേഷിച്ചപ്പോ ഞാനല്ലേ ഓട്ടോ പിടിച്ച് പാക്ക് ചെയ്ത് ഇങ്ങോട്ട് അയച്ചത്. ഓ, അത്രയല്ലോ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ അപ്പുറത്തുണ്ടാവും. അയ്യോ, ചതിക്കല്ലേ. ഒറ്റക്ക് ഇയാളുടെ മുമ്പിൽ നിൽക്കാനോ? സത്യം പറഞ്ഞ എനിക്ക് ഇതുവരെ അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. കയ്യേറ്റം, പിച്ചല്, നുള്ളല്, ദേഹോദരവും. ആളുടെ കുശലപ്രസനത്തിന്റെ റൂട്ട് അതാണേ. ഇതാ ഞാൻ പറഞ്ഞത്. ഒരു പീസും കൂടി കഴിക്കൂ. വേണ്ട, ഒന്നുകൂടി ആവാം. മതി, കഴിക്കുന്നു. എന്താ ചെയ്യും? ഒപ്പം ഇരുന്നുള്ള ഒരു കാട്ടുകൂടിയും വിളമ്പി കൊടുക്കലും പുറകോടെ കഴിഞ്ഞ് രണ്ടു കുട്ടികളും കൂടി ആയി തോന്നും കണ്ടാൽ. ഇപ്പഴേ ശീലിച്ചു വെച്ചാ പിന്നെ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ മുത്തശ്ശി. ബസ് സ്റ്റാൻഡ് വെച്ച് കണ്ടപ്പോ സത്യം പറഞ്ഞ മിസ് റീന കൽക്കട്ടയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് സ്വപ്നത്തിൽ കൂടി കരുതിയില്ല. ഒരു ഓർഡിനറി ഡ്രസ്, ചെറിയൊരു ബാഗ്, സോ സിമ്പിൾ. ഈ അൺഅസ്യൂമിങ് നേച്ചർ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ. വേണ്ട വേണ്ട, ആദ്യം അപ്രീസിയേഷൻ, പിന്നെ കോംപ്ലിമെന്റ്സ്, രണ്ടാം ഘട്ടം കൊച്ചു വർത്താനം. ശിവേട്ട, ബിവേ, ഇത് ഔട്ട് ഓഫ് ബൗൺസാ, അതിക്രമിച്ച് കടക്കണ്ട. ആരാ പാടിയത്? സുധേ, ആരാ ഇപ്പോഴെ പാടിയത്? കുട്ടിയാണോ? കുട്ടിയാണോ ഇപ്പൊ പാടിയത്? ഞാൻ അറിയാതെ വെറുതെ ഒന്ന് മൂളിയതാ. ഒന്നുകൂടി പാടാ. അയ്യോ, എനിക്കറിയില്ല. ഒന്ന് പാടാ. അറിയില്ലഞ്ഞിട്ടാണ് സത്യമായിട്ടും. അത് ഞാൻ വേണമെന്ന് കരുതി മൂളിയതല്ല. പാടാൻ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കണ്ട, ഒന്ന് പാടുക. അറിയണ പോലെ മതി. ഞാൻ ആരാ പറഞ്ഞത് ഈ കുട്ടിക്ക് പാടാൻ അറിയില്ലെന്ന്? ഞാനാ പറയണത്. അറിയും, ഈ കുട്ടി പാടും. വരിക, ഈ ചരണം ഒന്ന് പാടി നോക്ക്.
ഞാനൊന്ന് പാടാം. കാതരമാ മൃദുപല്ലവിയെങ്ങോ സാന്ത്വനഭാവം ചൊരിയുമ്പോൾ ദ്വാപരമധുര സ്മൃതികളിലാരോ മുരളിമയൂതുമ്പോൾ അമൃതലയമലിയുമ്പോൾ ആത്മാലാപം നുകരാനണയുമോ സുഹൃദയം ജനനീ. ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇങ്ങനെ ഒരു സ്വരം. ഈ കുട്ടിയെ എനിക്ക് വേണം. ആർക്കാണെന്ന് വെച്ചാൽ താൻ എഴുതിക്കൊള്ളു സുധേ. ഈ കുട്ടിയെ ഉടനെങ്കിൽ ഞാൻ അയക്കില്ല. എത്ര കൊല്ലം പഠിച്ചു? ആരാ ഗുരു? ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഏയ്, അതെങ്ങനെ? അപ്പൊ പിന്നെ അച്ഛന് സംഗീതമുണ്ടോ? അതോ അമ്മയ്ക്കോ? രണ്ടാൾക്കും ഇല്ലെങ്കിൽ മുത്തശ്ശന്. ആ, പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു സിദ്ധിയൊന്നും കിട്ടില്ല രാമ. നിന്റെ കഥ തന്നെ അതല്ലേ? സത്യം ചെറിയമ്മേ. ഈ കുട്ടിയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു വലിയ പാട്ടുകാരിയാക്കും. കണ്ടോളൂ താൻ. അച്ഛനൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാ എന്താ അതിന്റെ വെയിറ്റ് എന്നറിയോ? യെസ്. ദേ, വലിയ സിംഗർ ആവുമ്പോ എന്നെ തഴയരുത്, പറഞ്ഞേക്കാം. ഇവിടെ വന്ന ശേഷമുള്ള ഫസ്റ്റ് ഫ്രണ്ട് ഞാനാ. ഒന്ന് കാണാൻ, ഒരു രാത്രി ഒരുമിച്ച് കഴിയാൻ, ഇത് മാത്രം ആശിച്ചു വന്ന് ഞാൻ എനിക്ക് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അമ്മേ, അവിടുത്തെ കരുണ. എനിക്ക് കിട്ടിയ നിധിയാണോ ഈ കുട്ടി. ആ പാട്ടിന് ഞാൻ കൊടുക്കണമെന്ന് കരുതിയിരുന്ന ഭാവം മുഴുവൻ ഒരക്ഷരം പറഞ്ഞു കൊടുക്കാണ്ടേ ആ കുട്ടി പാടിക്കെട്ടപ്പോ ഒരുതരം, എന്താ പറയാ, അപൂർവമാണ് ഇത്തരം വരം. ദൈവമാണ് അവളെ എന്റെ അടുത്ത് കൊണ്ടെത്തിച്ചത്. നമ്മുടെ മോൾക്ക് എന്റെ വാസനയും സംഗീതമൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം ഇന്ന് തീർന്നു. ഇല്ലടോ, താൻ ഉറങ്ങിയല്ലേ? എനിക്കിന്ന് ഉറക്കം വരില്ല. ഇന്നെന്നല്ല, ഈ പാട്ടൊന്ന് റെക്കോർഡിലാക്കുന്നത് വരെ എനിക്ക് ഉറക്കമില്ല. గరి సని సని దబ మబ గమరే గరి
തമ്പുരാൻ ആ. കുട്ടിയുടെ പേരെങ്ങനെയാ കൊടുക്കണ്ടേന്ന് ചോദിക്കുന്നു. ഏത് കുട്ടി? ഈ കുട്ടിയുടെ അല്ല, കാസറ്റ് അമ്മനിക്കാരും പത്രക്കാരും ഒക്കെ അപ്പുറത്തിരിപ്പുണ്ടേ. ആ ആ ഈ കുട്ടിയുടെ പേര് റീനേന്നല്ലേ പേര്? അതിന്റെ കൂടെ വേറെ വല്ലതും ചേർക്കാറുണ്ടോ? അച്ഛന്റെ പേരോ അങ്ങനെ വല്ലതും? റീന എന്നുള്ളത് വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ആ അച്ഛനും അമ്മയും ഇട്ട പേരുണ്ട്. അതെന്താ അത്? മീര. മീര. ഒരു ഗായികയ്ക്ക് 100% ഇണങ്ങുന്ന പേര്. എന്താടോ? ഉം. അപ്പൊ അത് മീരാന്ന് മാത്രം മതിയോ? വാലായിട്ട് മേനോന്നോ നായർന്നോ തമ്പുരാട്ടിന്നോ അന്തർജനോ അങ്ങനെ വല്ലതും? പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. അതിന്റെ ഇടയിൽ തന്റെ വക വാലൊന്നും വേണ്ട. അപ്പൊ വെറും മീര. മീര 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 മീരാന്ന് കൺഫേം ചെയ്തു. മിസ് മീര. ഞാനിട്ട പേരാ. അത് പത്രത്തിൽ എഴുതണ്ട. പേര് മാത്രല്ല രാഗങ്ങളും. എന്തിന്? സ്വരസ്ഥാനങ്ങൾ വരെ എന്നോട് ചോദിച്ചിട്ട് മൂപ്പര് ഫിക്സ് ചെയ്യാറുള്ളൂ. അതൊരു വിശ്വാസമാണേ. എല്ലായിടത്തും കയറി മൂപ്പർക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റൂല്ലോ. ഏത്? ആ ഇനി നമുക്ക് ഒരു ടേക്ക് പോവാം. അച്ഛനമ്മമാരെ അല്ലെങ്കിൽ അതുപോലെ ബഹുമാനമുള്ള ആരെയെങ്കിലും മനസ്സിൽ ധ്യാനിക്കുക. അവരുടെ മുമ്പിലാണ് കുട്ടി ഇപ്പോൾ നിൽക്കുന്നതെന്ന് കരുതുക. അവർക്ക് കേൾക്കാൻ വേണ്ടി മാത്രമാണ് പാടുന്നത് സങ്കല്പിച്ചോളൂ. തിയേറ്ററും ഓർക്കസ്ട്രക്കാരും ഞാനും ഒന്നും ഇവിടില്ല. മനസ്സ് തുറന്നങ്ങോട്ട് പാടുക. പഴക്കില്ല. ആ താൻ ഇവിടെ ഇരിക്കുന്നോ അതോ അകത്തിരിക്കുന്നോ? ഞാൻ ആ ഇവിടെ ഇരുന്നോളൂ. ഒറ്റയ്ക്കാണെന്നൊരു സംഭ്രമം കുട്ടിക്കും വേണ്ട. ആ പിന്നെ ചുമ തുമ്മൽ മുരടനക്കം ഒന്നും പാടില്ല. പാട്ടിൽ അതും കൂടെ ചേർന്നങ്ങ് വരും. കാസറ്റിലേ. GJ Cine Arts, production number 2, song 1, take 1, running. ഇൻട്രൊഡ്യൂസിംഗ് മിസ് മീര. നിന്റെ വിവരങ്ങൾ അറിഞ്ഞ് സന്തോഷിക്കുന്നതിനോടൊപ്പം ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നു. ഒരു നുണയുടെ മീതെ കല്ലിന്മേൽ കല്ല് ചേർത്ത് പണിയുന്ന കൊട്ടാരമാണ്. തകർന്നു വീണാൽ ഒപ്പം തകരുക ഒരുപാട് ബന്ധങ്ങളാണ്, വിശ്വാസങ്ങളാണ്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കാം. ആരുടെയാ കത്ത്? അത് പിന്നെ കൽക്കത്തന്നാവൂല്ലേ? ആന്റിയുടെ? അതെ. ആ ഉടനെ മടങ്ങി വരണമെന്ന് ഒറ്റ ഉണ്ടെങ്കിൽ അത് നടപ്പില്ല. അത്ര പെട്ടെന്നൊന്നും കുട്ടി ഞാൻ വിട്ടുകൊടുക്കില്ല. വേണമെങ്കിൽ പാട്ടുകളുടെ കുറച്ച് കാസറ്റ് അയച്ചു കൊടുക്കാം. ആന്റിയും അമ്മയും അച്ഛനും ഒക്കെ കേട്ട് സന്തോഷിക്കട്ടെ. തൽക്കാലം അത്രേ പറ്റൂ. എഴുതിക്കോളൂ. ആ ടെസി സിസ്റ്ററിന്റെ കത്തുണ്ടായിരുന്നു. ജർമ്മനിക്ക് പോകാനുള്ള പേപ്പേഴ്സ് എല്ലാം വന്നിട്ടുണ്ടെന്ന്. 3-4 ദിവസത്തേക്കെന്ന് പറഞ്ഞില്ലേ ഞാൻ പോകുന്നത്. മദറിനോടും അരമനക്കാരോടും നുണ പറഞ്ഞ് തളർന്നിട്ടുണ്ടാവും. പാവ സിസ്റ്റർ തിരിച്ചു പോവുകയായിരുന്നു മോള് വേണ്ടത്. പക്ഷെ ഇവിടെ പറഞ്ഞുപോയ ഒരു നുണയുടെ കുരുക്കഴിക്കാൻ വയ്യാതെ ജർമ്മനിക്കുള്ള യാത്ര കുറച്ച് നാളുകൂടി നീട്ടിവെക്കാൻ പറ്റുമോന്ന് ചോദിക്കാം. ഞാൻ എഴുതാം ടെസിക്ക്. നീ അടുത്തുള്ളപ്പോ മനസ്സിന്റെ ഒരു കോണിൽ സന്തോഷമാണ്, മറുഭാഗത്ത് അത്രയും തീയാണ് മോളെ. അറിയാതെ ഒരു വാക്കോ നോക്കോ എപ്പോഴാ സത്യം പുറത്താവാന്നുള്ള ആദി. ലോകത്ത് ഒരു ഭർത്താവും ഭാര്യ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുന്ന ഓരോ നിമിഷവും കുറ്റബോധം കൊണ്ട് അമ്മ ഉരുകയാണ് മോളെ. ഞാൻ അമ്മയെ കാണുമെന്ന് ശാഠ്യം പിടിക്കാൻ പാടില്ലായിരുന്നു. ഇല്ല മോളെ, നീ അത്രയല്ലേ ആഗ്രഹിച്ചുള്ളൂ. എല്ലാം എന്റെ വിധിയാണ്. ഏതോ ജന്മത്തിലെ തീരാശാപം.